റോഷി അഗസ്റ്റിനെ തിരുത്തിയിരിക്കുന്നു ജോസ് കെ മാണി. റോഷി ചോരത്തിളപ്പുള്ള നേതാവാണെന്നും താൻ മത്സരിക്കുമെന്ന് സ്നേഹം കൂടിയതുകൊണ്ട് പറഞ്ഞതാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പാലാ സീറ്റിൽ മത്സരിക്കുന്നതിൽ പാർട്ടി തീരുമാനമെടുക്കും. തുടർഭരണം ഉറപ്പാക്കുന്ന പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചോരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനം. മാണിസഖാവിന്റെ പ്രവർത്തനങ്ങളിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാണിസഖാവൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ലല്ലേ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. അർജുൻ മട്ടന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, പാലായുടെ കാര്യം റോഷി അഗസ്റ്റിൻ പറഞ്ഞപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു ജോസ് കെ മാണി. അത് ചോരത്തിളപ്പ് കൊണ്ട് പറഞ്ഞതാണെന്നാണ് പറയുന്നത്. പാർട്ടി ഔദ്യോഗികമായി പറയുമെന്നും. റോഷിനി, അങ്ങനെയാണ് ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നത്. പക്ഷേ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അത്തരത്തിൽ മുൻപ് നമ്മൾ കണ്ട് പരിചയമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം മന്ത്രിയായ റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായത്. സാധാരണ പാർട്ടി കൂടിയാലോചനകൾക്ക് ശേഷം പാർട്ടി ഔദ്യോഗികമായി അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒന്നിച്ച് പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. പക്ഷേ അതിന് വിപരീതമായി ഇന്നലെ വികസന മുന്നേറ്റ ജാഥയുടെ അതിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ജോസ് കെ മാണിയോട് മാധ്യമപ്രവർത്തകർ പാലായിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചത്. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന റോഷി അഗസ്റ്റിന് മൈക്ക് വാങ്ങിക്കൊണ്ട് പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും, ഉടൻ തന്നെ പ്രഖ്യാപനമുണ്ടാകും, ജോസ് കെ മാണി അവിടെ വിജയിക്കുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തത്. ഇതിനിടയിൽ ജോസ് കെ മാണി ആ മൈക്ക് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വ്യാപകമായ വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന്, കേരള കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ സാധാരണ രീതികൾ ലംഘിച്ചുകൊണ്ടാണ് റോഷി അഗസ്റ്റിൻ പെരുമാറിയത്. അധികാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം റോഷി അഗസ്റ്റിൻ കൈയടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇക്കാര്യം വിശദീകരിക്കാൻ വേണ്ടി ജോസ് കെ മാണി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ തമാശ രൂപേണയാണ് അദ്ദേഹം പറയുന്നത്. പാലാ സീറ്റിൽ താൻ മത്സരിക്കുമെന്ന് മന്ത്രി പറഞ്ഞത് അത് സ്നേഹം കൂടിയത് കൊണ്ടാണ്. അത്തരത്തിൽ ചോരത്തിളപ്പുള്ള ഒരു നേതാവാണ് റോഷി അഗസ്റ്റിൻ. മാത്രവുമല്ല, മത്സരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ആ വിഷയം കുറച്ചും കൂടി മയപ്പെടുത്താൻ വേണ്ടി ജോസ് കെ മാണി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഈ വിഷയം പ്രധാനമായും ചർച്ചയാകുന്നുണ്ട്. മാത്രവുമല്ല, അതേസമയം തന്നെ ഈ ജോസ് കെ മാണി ഇത്തരത്തിൽ പാലായിൽ മത്സരിക്കാനുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ പറയാം. പ്രത്യേകിച്ച് ഈ മാണി സി കാപ്പനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഏറെയും വരുന്നത്. അവിടെ കൃത്യമായ വികസനങ്ങൾ പാലാ മണ്ഡലത്തിൽ നടന്നിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മാറാൻ കഴിയുമോ എന്നൊക്കെ തന്നെ പാർട്ടിയിൽ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വളരെ തമാശ രൂപേണയാണെങ്കിൽ പോലും അതിനെ തിരുത്തുകയാണ് ജോസ് കെ മാണി. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ.